ആ, നീ ഇവിടെ നിൽക്കുമായിരുന്നു. രാവിലെ വാപ്പ വന്നായിരുന്നു. ആ വന്നായിരുന്നേക്കാ. അതെന്നാ പിന്നെ വാപ്പ വന്നിട്ട് പെട്ടെന്ന് പോയത്? അത് ബാബ വേറെന്താ ആവശ്യത്തിന് വന്നേക്കാം. അപ്പൊ പിള്ളേരെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി വന്നതാ. അപ്പൊ തന്നെ പോവുകയും ചെയ്തു. ഓ അത് ശരി. പിന്നെ നിന്റെ ആ വള ഇങ്ങനെ കുറച്ച് കാശിന് അത്യാവശ്യമാണ്. 10 ദിവസത്തേക്ക് മതി. 10 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ എടുക്കാം. വളയോ? അത് അത് പിന്നെ ഇക്ക. ആ വള നീ വേഗം ഇങ്ങ് എടുത്താ. ഉച്ചയ്ക്ക് മുമ്പ് കാശ് റെഡിയാക്കണം. ഇക്ക ഇക്ക എന്നോട് ക്ഷമിക്കണം. വള വള എന്റെ കയ്യിലില്ല. വള നിന്റെ കയ്യിലില്ലേ? പിന്നെ ആ വള എന്തി? അത് പിന്നെ ബാപ്പാക്ക് പഴയ പോലെ തടിപ്പണി ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അക്ക. അതുകൊണ്ട് ഉമ്മായും ഉപ്പായും കൂടെ ഒരു ചെറിയ കട ഇടാന്ന് വെച്ചു. അപ്പൊ ഉമ്മാടെ സ്വർണം വിറ്റിട്ടും പൈസ തികയാത്തത് കൊണ്ട് എന്റെ വളയൊന്ന് കൊടുക്കാമെന്ന് ബാപ്പ ചോദിച്ചപ്പം ബാപ്പാക്ക് കൊടുത്തു പോയതാ. അത് നീ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ? ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോ എന്നോടും കൂടെ ആലോചിക്കണ്ടേ? അത് ഇക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്ക വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ടാ. 1 മാസത്തിനുള്ളിൽ എടുത്തു തരാന്ന് ബാപ്പ പറഞ്ഞിട്ടുണ്ട്. ഇക്ക എന്നോട് ക്ഷമിക്കണം. നീ എന്നെ അങ്ങനെയാണോ കരുതിയത്? നിന്റെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പം അത് എന്റെയും കൂടെ പ്രശ്നമല്ലേ? പാപ്പായ്ക്ക് വയ്യാത്തല്ലേ? ആ, ഞാൻ എവിടുന്നെങ്കിലും മറിച്ചോളാം. പാപ്പാടെ കാര്യം നടക്കട്ടെ.